നമസ്കാരം, ചെസ് ബാറ്റിൽസ് മലയാളത്തിലേക്ക് സ്വാഗതം. വേൾഡ് റാപ്പിഡ് ആൻഡ് ബ്ലിറ്റ്സ് ടീം ചാമ്പ്യൻഷിപ്പിൽ 10,000-ൽ കൂടുതൽ ഗെയിമുകൾ കഴിഞ്ഞിരിക്കുകയാണ്. അതിലെ ഏറ്റവും മികച്ച ഗെയിമുകൾ നോക്കി സമയം പോകുന്നതല്ലാതെ ഒരെണ്ണം സെലക്ട് ചെയ്യാൻ പറ്റുന്നില്ല. അതുകൊണ്ട് ഓരോ റൗണ്ടിലെയും ബ്രില്യൻറ്റ് മൂവുകൾ ഉൾപ്പെടുത്തി ഒരു വീഡിയോ ചെയ്യാമെന്ന് വിചാരിക്കുകയാണ്. കഴിഞ്ഞ തവണ അങ്ങനെ ഒരു വീഡിയോ ചെയ്തപ്പോൾ ആ പൊസിഷനിലേക്ക് എങ്ങനെ എത്തിയെന്ന് അറിയാത്തതുകൊണ്ട് ഒരുപാട് പേർ പരാതി പറഞ്ഞിരുന്നു. അതുകൊണ്ട് ഇത്തവണ ആ പൊസിഷനിലേക്ക് എങ്ങനെ എത്തി എന്നത് വേഗത്തിൽ കാണിച്ച ശേഷം പ്രധാനപ്പെട്ട മൂവുകളിലേക്ക് പോവാം. ആദ്യമായിട്ട് അമേരിക്കൻ ഗ്രാൻഡ് മാസ്റ്റർ ആൻഡ്രൂ ഹോങ്ങും അയർലൻഡ് ഇന്റർനാഷണൽ മാസ്റ്റർ ടോം ഗോർമനും തമ്മിൽ നടന്ന ഗെയിം നോക്കാം. ഈ ഗെയിമിൽ ആൻഡ്രൂ വൈറ്റ് സൈഡും ടോം ബ്ലാക്ക് സൈഡും കളിക്കുന്നത്. ഇതാണ് ഗെയിമിലെ പ്രധാന ഭാഗം. ഇവിടെ വൈറ്റിന്റെ ഈ ബിഷപ്പിനെ ഇവിടുന്ന് ഡിഫ്ലക്ട് ചെയ്യിക്കുന്നതിന് വേണ്ടി ബ്ലാക്ക് ഒരു പോൺ സാക്രിഫൈസ് ചെയ്യാണ്. B5 ഇതുകൊണ്ട് വൈറ്റിന്റെ ബിഷപ്പിനെതിരെ അറ്റാക്ക് കൊടുക്കുന്നു. എന്നാൽ വൈറ്റ് ഇപ്പോൾ ഒരു ബ്രില്യൻറ്റ് മൂവാണ് ചെയ്യുന്നത്. ഈ വീടിന്ന് പോസ് ചെയ്ത ശേഷം വൈറ്റിന്റെ അടുത്ത മൂവ് എന്താണെന്ന് കണ്ടുപിടിക്കാൻ ശ്രമിക്കുക. വൈറ്റ് ഇപ്പോൾ ആ പോൺ സാക്രിഫൈസ് അക്സെപ്റ്റ് ചെയ്യാനോ അല്ലെങ്കിൽ ബിഷപ്പിനെ അറ്റാക്കിൽ നിന്ന് മാറ്റാനോ ശ്രമിക്കുന്നില്ല. പകരം റൂക്കിനെ H3ലേക്ക് മൂവ് ചെയ്തുകൊണ്ട് ആ ബിഷപ്പിനെ സാക്രിഫൈസ് ചെയ്യുന്നു. ഇനി ഈ ബിഷപ്പിനെ കൂടെ മാറ്റിക്കൊണ്ട് റൂക്കും ക്വീനും വെച്ച് വലിയൊരു അറ്റാക്ക് വരാൻ സാധ്യതയുണ്ടെന്ന് മനസ്സിലായിക്കൊണ്ട് ബ്ലാക്ക് ഇവിടെ കിങ്ങിനെ അവിടെ നിന്ന് മാറ്റാൻ ശ്രമിക്കുകയാണ്. കിങ്ങിനെ G7ലേക്ക് മൂവ് ചെയ്യുന്നു. എന്നാൽ വൈറ്റിന്റെ അടുത്ത മൂവോടെ ബ്ലാക്ക് തോൽവി സമ്മതിക്കായിരുന്നു. വൈറ്റ് ഇവിടെ വീണ്ടും ഒരു സാക്രിഫൈസ് ആണ് ചെയ്യുന്നത്. ക്വീൻ വെച്ച് H6ലെ പോണ്ട് എടുത്തുകൊണ്ട് ക്വീനിനെ കൂടെ സാക്രിഫൈസ് ചെയ്യുന്നു. ബ്ലാക്ക് ഇപ്പോൾ ഈ സാക്രിഫൈസ് അക്സെപ്റ്റ് ചെയ്യുകയാണെങ്കിൽ ബിഷപ്പ് വെച്ച് F6ലെ പോണ്ട് എടുത്തുകൊണ്ട് ഡിസ്കവറി ചെക്ക് വരുന്നതോടെ ചെക്ക് മേറ്റ് ആവും. അല്ലാതെ ഈ ചെക്കിൽ നിന്നും കിങ്ങിനെ G8ലേക്ക് മാത്രമേ മാറ്റാൻ കഴിയുള്ളൂ. ആ സമയത്ത് ക്വീൻ G6ലേക്ക് ഒന്ന് ചെക്ക് വരും. ഈ പോൺ പിന്നിങ് ഇല്ലാതെ കാരണം പോൺ വെച്ച് ക്വീൻ ഇട്ടാൻ പറ്റില്ല. H8ലേക്ക് തന്നെ മാറേണ്ടി വരും. ഈ സമയത്ത് ബിഷപ്പിനെ മാറ്റിക്കൊണ്ട് ഡിസ്കവറി ചെക്ക് വരുമ്പോൾ ചെക്ക് മേറ്റ് ആവും. ഇങ്ങനെ വേഗത്തിലുള്ള ചെക്ക് മേറ്റ് മനസ്സിലായിക്കൊണ്ടാണ് ബ്ലാക്ക് തോൽവി സമ്മതിച്ചത്. ഇനി അടുത്ത ഗെയിം നോക്കാം. അടുത്തത് ഇംഗ്ലണ്ട് പ്ലെയേഴ്സായ സാഹിൽ ബെൻസലും തോമസ് റെൻഡലും തമ്മിലുള്ള മത്സരമാണ്. ഇതാണ് ഗെയിമിലെ പ്രധാന ഭാഗം. ഇവിടെ വൈറ്റ് ഒരു ഡബിൾ അറ്റാക്ക് കൊടുക്കുകയാണ്. ക്വീനെ F6ലേക്ക് കൊണ്ടുവന്ന് ബ്ലാക്കിൻ്റെ ക്വീൻ അറ്റാക്ക് ചെയ്യുന്നതോടൊപ്പം ഒരു മെയ്റ്റും ത്രെട്ടും കൊടുക്കുന്നു. ബ്ലാക്ക് ഇപ്പോൾ ക്വീനെ വെച്ച് ക്വീനോട്ടുമ്പോൾ ബിഷപ്പ് വെച്ച് തിരിച്ചൊട്ടിക്കൊണ്ട് റൂക്കിനെതിരെ അറ്റാക്ക് കൊടുക്കുക. റൂക്ക് അറ്റാക്കിൽ നിന്ന് മാറുമ്പോൾ G2ലെ പോയിന്റ് എടുക്കാനും ഗെയിമിലേക്ക് തിരിച്ചുവരികയും ചെയ്യാനാണ് വൈറ്റിവിടെ പ്ലാൻ ചെയ്യുന്നത്. എന്നാൽ ഇവിടെ ബ്ലാക്കിൻ്റെ ഭാഗത്തു നിന്നും ഒരു ബ്രില്യൻറ്റ് മൂവ് വരെയാണ്. ബിഷപ്പിനെ H2ലേക്ക് കൊണ്ടുവന്ന് ചെക്ക് കൊടുത്തുകൊണ്ട് ബിഷപ്പിനെ സാക്രിഫൈസ് ചെയ്യുന്നു. വൈറ്റിനിപ്പോൾ വേറെ ഓപ്ഷനൊന്നുമില്ല. ആ സാക്രിഫൈസ് അക്സെപ്റ്റ് ചെയ്യേണ്ടി വരികയാണ്. കിങ് വെച്ച് ബിഷപ്പിനെ എടുക്കുന്നു. ഇനി അടുത്ത രണ്ട് മൂവിൽ ചെക്ക്മേറ്റ് ആണ്. ആദ്യം ക്വീനെ H3ലേക്ക് കൊണ്ടുവന്ന് ചെക്ക് കൊടുക്കുന്നു. വൈറ്റ് കിങ്ങിനെ G1ലേക്ക് മൂവ് ചെയ്യുന്നു. ഈ സമയത്ത് ക്വീൻ H1ലേക്ക് ഒന്ന് ചെക്ക് വന്നതോടെ ചെക്ക്മേറ്റ് ആയി. ഇനി അടുത്ത ഗെയിം നോക്കാം. അടുത്തത് ഹംഗേറിയൻ ഗ്രാൻഡ് മാസ്റ്ററും ഇംഗ്ലണ്ടിൻ്റെ കാൻഡിഡേറ്റ് മാസ്റ്ററും തമ്മിൽ നടന്ന ഗെയിമാണ്.
ഇനി ഇവിടെ ഒരു ഡിസ്കവേർഡ് ചെക്കിനുള്ള സാധ്യത ഉള്ളതുകൊണ്ട് ബ്ലാക്ക് വേഗം ഈ ഡയഗണൽ ക്ലോസ് ചെയ്ത് ശ്രമിക്കുകയാണ്. അതിനായിട്ട് E6 കൊണ്ട് വൈറ്റിന്റെ നൈറ്റിനെതിരെ അറ്റാക്ക് കൊടുക്കുന്നു. ഇവിടെ വൈറ്റിന്റെ ഭാഗത്തു നിന്നും ഒരു ബ്രില്യന്റ് മൂവരാണ്. വൈറ്റ് ഇപ്പോൾ നൈറ്റിനെ അറ്റാക്കിൽ നിന്ന് മാറ്റുന്നില്ല. പകരം റൂക്ക് വെച്ച് D6 പോയിന്റ് എടുത്തുകൊണ്ട് നൈറ്റിനെ സാക്രിഫൈസ് ചെയ്യുന്നു. ബ്ലാക്ക് അത് അക്സെപ്റ്റ് ചെയ്തതോടെ അടുത്ത 3 മൂവിൽ വൈറ്റ് ബ്ലാക്കിനെ ചെക്ക്മേറ്റ് ചെയ്യുകയായിരുന്നു. ആദ്യം ക്വീൻ വെച്ച് D5 പോയിന്റ് എടുത്തുകൊണ്ട് ചെക്ക് കൊടുക്കുന്നു. ബ്ലാക്ക് കിങ്ങിനെ E8 മൂവ് ചെയ്യുന്നു. റൂക്കിനെ E6 കൊണ്ടുവന്ന് വീണ്ടും ചെക്ക് കൊടുക്കുന്നു. ബ്ലാക്ക് കിങ്ങിനെ F7 മൂവ് ചെയ്യുന്നു. ഈ സമയത്ത് റൂക്കിനെ E5 മൂവ് ചെയ്തുകൊണ്ട് ഡിസ്കവേർഡ് ചെക്ക് കൊടുത്തോടെ ചെക്ക്മേറ്റ് ആയി. ഇനി അടുത്തൊരു ഗെയിം നോക്കാം. അടുത്തത് ഇംഗ്ലണ്ടിന്റെ വിമൺ ഗ്രാൻഡ് മാസ്റ്റർ എൽമിറയും മംഗോളിയൻ ഫിഡെ മാസ്റ്റർ സോട്ട് ബില്ലറ്റും തമ്മിൽ നടന്ന ഗെയിമാണ്. ഇവിടെ വൈറ്റിന്റെ ഭാഗത്തു നിന്നും ഒരു ബ്രില്യന്റ് മൂവരാണ്. നൈറ്റ് വെച്ച് E5 പോയിന്റ് എടുത്തുകൊണ്ട് നൈറ്റിനെ സാക്രിഫൈസ് ചെയ്യുന്നു. ബ്ലാക്ക് ഇപ്പോൾ അത് അക്സെപ്റ്റ് ചെയ്തില്ലെങ്കിൽ നൈറ്റിനെ D7 കൊണ്ടുവന്ന് റൂക്കിനെതിരെ അറ്റാക്ക് കൊടുക്കുന്നതോടൊപ്പം ഈ F8 ഒരു കൺട്രോൾ ഉണ്ടാകാനും പിന്നീട് റൂക്കിനെ കൂടെ അങ്ങോട്ടേക്ക് കൊണ്ടുവന്ന് ഒരു അറ്റാക്ക് എടുക്കാനാണ് വൈറ്റ് ഇവിടെ പ്ലാൻ ചെയ്യുന്നത്. അതുകൊണ്ട് ബ്ലാക്ക് അത് അക്സെപ്റ്റ് ചെയ്യാണ്. ഫോൺ വെച്ച് നൈറ്റിനെ എടുക്കുന്നു. വൈറ്റിന്റെ ഭാഗത്തു നിന്നും വീണ്ടും ഒരു മികച്ച മൂവരാണ്. ക്വീനെ D7 കൊണ്ടുവന്ന് ബ്ലാക്കിന്റെ ക്വീനെ നൈറ്റിനെ ഫോർക്ക് ചെയ്യുന്നു. ബ്ലാക്ക് ഇപ്പോൾ ഈ ക്വീൻ എക്സ്ചേഞ്ചിലേക്ക് പോകുകയാണെങ്കിൽ പോൺ വെച്ച് തിരിച്ചോട്ടിക്കൊണ്ട് ബ്ലാക്കിന്റെ 2 നൈറ്റുകൾക്കെതിരെയും ഒരുമിച്ച് അറ്റാക്ക് കൊടുക്കുകയാണ് ലക്ഷ്യം. ക്വീൻ ഇപ്പോൾ നൈറ്റിനെ സപ്പോർട്ട് ഉള്ളതുകൊണ്ട് ബ്ലാക്ക് ഈ നൈറ്റിനെ അവിടെ നിന്ന് മാറ്റാണ്. നൈറ്റിനെ F8 മൂവ് ചെയ്യുന്നു. ഈ സമയത്ത് വൈറ്റിന്റെ ഭാഗത്തു നിന്നും അടുത്തൊരു മികച്ച മൂവരാണ്. C7 മൂവ് ചെയ്തുകൊണ്ട് റൂക്കിനെതിരെ അറ്റാക്ക് കൊടുക്കുന്നു. ബ്ലാക്ക് ഈ C8 നൈറ്റിനുള്ള സപ്പോർട്ട് നിലനിർത്തിക്കൊണ്ട് തന്നെ റൂക്കിനെ A8 മൂവ് ചെയ്യുന്നു. ഈ സമയത്ത് ക്വീൻ D5 വന്ന് ഇങ്ങനെ ഒരു ഫോർക്കും ചെക്ക് വന്നതോടെ ബ്ലാക്ക് തോൽവി സമ്മതിക്കുകയായിരുന്നു. 1-ാം റൗണ്ടിൽ ഇനിയും ഒരുപാട് മികച്ച ഗെയിമുകളുണ്ട്. എന്നാൽ ഇങ്ങനെ ഒറ്റ വീഡിയോയിൽ തന്നെ ഒരു റൗണ്ടിലെ ഒരുപാട് ഗെയിമുകൾ കാണിക്കുമ്പോൾ കാണുന്നവരുടെ പ്രതികരണം എന്താണെന്ന് അറിയില്ല. അത് അറിഞ്ഞ ശേഷം ഇനിയുള്ള ഗെയിമുകൾ കാണിക്കാമെന്ന് വിചാരിക്കുന്നു. അതുകൊണ്ട് വീഡിയോ കാണുന്ന എല്ലാവരും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യണം. കൂടുതൽ അഭിപ്രായം എങ്ങനെയാണോ അതിനനുസരിച്ച് ഇനിയുള്ള ഗെയിമുകൾ ചെയ്യാം. അടുത്തൊരു വീഡിയോ വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.